എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രകൃതിവാദികളൊക്കെ പറയാറുണ്ട്, പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു, അതുപോലെ തന്നെ പണ്ട് രോഗങ്ങളില്ലാത്ത അവസ്ഥ, രോഗങ്ങളൊക്കെ കുറവായിരുന്നു. ഇതുമായി ഇന്നത്തെ കാലഘട്ടമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ, തട്ടിച്ച് നോക്കുമ്പോൾ രോഗങ്ങളൊക്കെ കുറവായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വാദം എന്ന് പറയുന്നത്, കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മൃഗങ്ങൾ, ഇവർക്കൊന്നും രോഗങ്ങൾ കാണാറില്ല, അവരൊന്നും അംഗവൈകല്യം ഉള്ള മൃഗങ്ങളെ കാണാറില്ല. നമ്മളിപ്പോൾ ആധുനിക വൈദ്യം വന്നതോട് കൂടിയിട്ടാണ് ഈ രോഗങ്ങളും ഒക്കെ വന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ആരോഗ്യം കുറഞ്ഞത് എന്നൊക്കെയാണ് ഒരു വാദം. പക്ഷെ നമുക്കതൊന്ന് പരിശോധിക്കാം, അത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കാം. ഓക്കെ, ശരിയാണ്, കാട്ടിലെ മൃഗങ്ങൾക്ക് രോഗങ്ങൾ കുറവാണ്, അവർക്ക് അംഗവൈകല്യങ്ങളും അതുപോലെ തന്നെ കുറവാണ്. പണ്ടുള്ള ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. ഇത്രയും രോഗങ്ങളുള്ള ആൾക്കാർ കുറവായിരുന്നു. ഓക്കെയാണത്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജനസംഖ്യ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ, രോഗികൾ ഏറ്റവും കൂടുതൽ, പക്ഷെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ്. പണ്ട് മരണനിരക്ക് കൂടുതലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആധുനിക വൈദ്യം ഇത്രയും വികസിച്ചിട്ട് രോഗങ്ങൾ കൂടി എന്ന് നമുക്ക് തോന്നുന്നത്? അതിൻ്റെ കാരണം നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിലെ മൃഗങ്ങളുടെ കാര്യം നമുക്ക് ആദ്യം എടുക്കാം. രോഗം വന്നവ, അംഗവൈകല്യം സംഭവിച്ചവ, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞവ, ഇവരൊന്നും കാട്ടിൽ അതിജീവിക്കില്ല. അവരേറെ ഏതെങ്കിലും മൃഗങ്ങൾ പിടിച്ചു തിന്നും, അല്ലെങ്കിൽ അവർക്ക് മരുന്നും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം അവരെല്ലാം നശിച്ചു പോകും. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പരിസ്ഥിതി അവിടെ ഇല്ല. പ്രകൃതി എന്ന് പറയുന്നത് ഈ വാട്ടത്തേങ്ങ, കൊട്ടത്തേങ്ങ, ഇതിനൊക്കെ ഒരു തിരിവ് തിരിച്ചിട്ട് കളയും. അതാണ് പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തിയൊന്നല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സ്വാഭാവികമായിട്ടുള്ള നിർദ്ധാരണത്തോടെ അതെല്ലാം പിന്തള്ളപ്പെടുകയാണ് ചെയ്യുക. മനുഷ്യരുടെ കാര്യം അതുപോലെ തന്നെയാണ്, സ്വാഭാവികമായിട്ട് അവർ പിന്തള്ളപ്പെടും. ഇപ്പോൾ എന്താണ് രോഗികൾ കൂടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രതിരോധശേഷി കുറഞ്ഞവരെ കൂടെ നമ്മൾ കെയർ ചെയ്യാണ്. ഈ വാട്ടത്തേങ്ങ, കൊട്ടത്തേങ്ങ, അതുപോലത്തെ തിരിവുകളെ, മണ്ടരി ബാധിച്ച ഈ തിരിവുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സയൻസിൻ്റെ കരം എല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ട് ഇപ്പോൾ 10-20 മക്കളുണ്ടായാലും അതിൽ മരണസംഖ്യ കൂടുന്നതും, ഇപ്പോൾ പുതിയതായി ജനിക്കുന്ന കുട്ടികൾ അവരുടെ മരണനിരക്ക് പണ്ട് കൂടുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ അതെല്ലാം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രോഗം ബാധിച്ചൊരു കുഞ്ഞിനെ നമ്മൾ വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവനുസരിച്ച് നമ്മൾ ജീവിപ്പിക്കുകയും അതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പക്ഷെ പണ്ട് കാലത്ത് എന്ന് പറയുന്നത് അത് സാധ്യമല്ല, അവർ മരണപ്പെടും. അപ്പോൾ കാണുമ്പോൾ എന്താണ്, എല്ലാവരും ആരോഗ്യമുള്ള മനുഷ്യരാണ്. കാരണം രോഗമുള്ള മനുഷ്യരും അതുപോലെ അംഗവൈകല്യം സംഭവിച്ച മനുഷ്യരും അത് ജീവിക്കില്ല. അതുകൊണ്ടാണ് പണ്ട് ആരോഗ്യമുള്ളവരായിരുന്നു എന്ന് തോന്നുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ജനസംഖ്യ മാത്രം നോക്കിയാൽ മതി. കാരണം കഴിഞ്ഞൊരു 300-200 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ തുടങ്ങിയത്, പോപ്പുലേഷൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ തുടങ്ങിയത്. അതെന്തുകൊണ്ടെന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. അല്ലാതെ ആധുനിക ജീവിതശൈലി, രോഗങ്ങൾ ഇതിൽ ഒരു ആധുനിക ജീവിതശൈലിയും രോഗങ്ങൾ വരാനൊരു കാരണമാണ്. പക്ഷെ ഇവരെല്ലാം കെയർ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ആധുനിക വൈദ്യം വന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ
നമ്മൾ കൂടുതലും ആരോഗ്യത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറയാൻ കാരണം. അല്ലാതെ നമ്മളിപ്പോൾ ആരോഗ്യം കുറവായിട്ട് ജീവിക്കുകയല്ല. പ്രകൃതിവാദികൾ പറയുന്നത് ഇപ്പോൾ ആരോഗ്യം കുറവാണെന്നും പണ്ട് എല്ലാവരും ആരോഗ്യമുള്ളവരായിരുന്നു, കാരണം എല്ലാവരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതായിരുന്നു. ശരിക്കും ഈ ധാരണ തന്നെ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് ഈ അരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ലളിതവൽക്കരിച്ചതല്ല, എന്നാലും ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത് മാത്രം. നമ്മൾ നല്ലതിനെ മാത്രം നമ്മൾ അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പ്രകൃതി ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും ജീവിപ്പിക്കണം അല്ലെങ്കിൽ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ധാരണ പ്രകൃതിക്കില്ല. സ്വാഭാവികമായ നിർദ്ധാരണ ആയതുകൊണ്ട് പ്രകൃതിക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വിഷയമായിട്ട് പിന്നെ കാണാം.